നമ്മൾ തീവ്രമായിട്ട് എന്താഗ്രഹിച്ചാലും അതൊരു മാനിഫെസ്റ്റേഷൻ പോലെയാണ്. മാനിഫെസ്റ്റേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ദേവി തന്നെ നമുക്ക് അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി തരും എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. അതായത് ഞാൻ പൊങ്കാല ഇട്ടത് ഞാൻ പോലും വിശ്വസിക്കുന്നില്ല ഞാൻ പൊങ്കാല ഇട്ടൊരു കാര്യം. അപ്പോൾ ആ ഒരു ഇൻസിഡൻറ്റ് എങ്ങനെ വന്ന് ചേർന്നു എന്നും അത് ഞാൻ പൊങ്കാല ഇട്ടിട്ടുള്ള ആ ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ, അത് ഇന്നും എനിക്ക് ചിന്തിക്കുമ്പോൾ ഭയങ്കര ഒരു ഗൂസ് ബംസാണ്. ഒരു പ്രാവശ്യമേ ഞാൻ ഇട്ടിട്ടുള്ളൂ, പക്ഷേ അതുപോലും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അത് കുഴപ്പമില്ല, ഇറ്റ്സ് ഓക്കെ, എന്തെങ്കിലും അവസരം വരുമ്പോൾ പോകാം, ഇടാൻ പറ്റിയാൽ ഇടാം, അത്ര മാത്രമേ എൻ്റെ മൈൻഡിലുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഞാനത് അങ്ങനെ മൈൻഡിലുണ്ട്, എന്തെങ്കിലും ഇടണമെന്ന് മാത്രം. അപ്പോൾ അങ്ങനെ ഇരിക്കുക. പക്ഷേ ഞാൻ ട്രിവാൻഡ്രം എന്ന് പറയുന്നത് ഞാൻ ഒരാഴ്ച മുമ്പ് പോയിട്ടുണ്ട്. അത് കൈരളി ടിവിയുടെ ഷൂട്ടിങ്ങിന് വേണ്ടി പോയതായിരുന്നു. പണ്ടെപ്പോഴോ പോയതൊന്നല്ല. അത് എനിക്ക് ട്രിവാൻഡ്രമായിട്ട് ഒരു ബന്ധവുമില്ല, അവിടെ എനിക്ക് ആരെയും പരിചയവുമില്ല. വെൽക്കം ടു മൈ ചാനൽ ട്രാവൽ ആൻഡ് എക്സ്പ്രസ് ബൈ മൃദു. അങ്ങനെ പൊങ്കാല മഹോത്സവം എല്ലാം കഴിഞ്ഞ മംഗമാരെല്ലാവരും വീട്ടിലേക്ക് മടങ്ങി നൈവേദ്യവുമായിട്ട്, അല്ലേ? അപ്പോൾ ഓരോ മംഗമാരും അവിടെ നിന്നും പിരിയുമ്പോൾ ചിന്തിക്കുന്ന ഒരേ ഒരു കാര്യമുണ്ട്, അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, അടുത്ത കൊല്ലവും ഒരു തടസ്സവും കൂടാണ്ട് ഇവിടെ വന്ന് ഇതേപോലെ പൊങ്കാല അർപ്പിക്കാനുള്ള സൗഭാഗ്യം ഭഗവതി ഞങ്ങൾക്ക് നേടിത്തരണമേ എന്ന് ആഗ്രഹിച്ചിട്ടാണ് ഓരോരുത്തരും പോകാറുള്ളത്. കാരണം അങ്ങനെ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇടാൻ ഒരുപാട് ആഗ്രഹമുള്ള സ്ത്രീകളുണ്ടാകും. അവർക്ക് എന്തെങ്കിലും കാരണവശാൽ പോകാൻ പറ്റിയില്ല, എന്തെങ്കിലും തടസ്സങ്ങളുണ്ടാകും, ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ടാകാം, അല്ലെങ്കിൽ അന്നത്തെ ദിവസം ഇടാൻ പറ്റുമോ, എന്തെങ്കിലും തടസ്സങ്ങൾ വരുമോ, എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ എത്തിപ്പെടാൻ പറ്റുമോ, ഇങ്ങനെയൊക്കെ ഒരുപാട് ചിന്തിക്കുന്നവർ, അവർക്ക് വേണ്ടി എനിക്ക് ചെറിയൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, ഒരുപാട് നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് ദേവിയായിട്ട് തന്നെ നടത്തി തരുന്നതാണ്. അതുപോലെയാണ് മൂകാംബിക ഒരുപാട് നമ്മൾ പോകാൻ പറ്റാത്തവരൊക്കെ ഉണ്ടാവും, പക്ഷേ സഡൻ ആയിട്ടായിരിക്കും ദേവി നമ്മളെ വിളിക്കുക. അപ്പോഴാണ് എവറിത്തിങ് വിൽ ഫോൾസ് ഓൺ പ്ലേസ് എന്ന് പറയുക. അപ്പോൾ അത് നമുക്ക് എല്ലാ സാഹചര്യങ്ങളും ഒത്തു വന്ന് നമ്മൾ അവിടെ നിന്ന് പോവുകയാണ്. നമ്മളെ ഫോഴ്സ് ചെയ്തിട്ട് നമ്മളെ തന്നെ ഫോഴ്സ് ചെയ്ത് പോകുന്ന വിധത്തിൽ ഉള്ള സാഹചര്യങ്ങൾ ദേവിയായിട്ട് നമുക്ക് ഉണ്ടാക്കി തരുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെയാണ് എനിക്ക് ഈ പൊങ്കാലയും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന ഒരു ചെറിയൊരു ഇൻസിഡൻ്റാണ്. ഞാൻ പൊങ്കാലയുടെ ഐതിഹ്യമോ അല്ലെങ്കിൽ പൊങ്കാലയെ കുറിച്ചൊന്നും അല്ല ഞാൻ പറയുന്നത്, കാരണം എനിക്കിതിനെ പറ്റി ഒന്നും അറിയില്ല. ജനലക്ഷങ്ങൾ വന്ന് അമ്മയ്ക്ക് സമർപ്പിക്കുന്നു നൈവേദ്യം, ഇതല്ലാതെ ഇതിനപ്പുറത്തൊന്നും എനിക്കറിയില്ല. പിന്നെ ഞാൻ അറിഞ്ഞത്, മധുര ദഹനം കഴിഞ്ഞ് കണ്ണകി ദേവി ആറ്റുകാലിൽ വരുമ്പോൾ അവിടെ കിട്ടിയ സ്വീകരണമാണ് ഈ പൊങ്കാല സമർപ്പണം എന്നുള്ളത്. നൈവേദ്യം ഉണ്ടാക്കി സ്വീകരിക്കുക എന്നുള്ളതാണ് ഇത്. അതിൽ കൂടുതലൊന്നും എനിക്ക് പൊങ്കാലിനെ കുറിച്ച് അറിയില്ല. ഞാൻ പൊങ്കാല ഇടാൻ പോയതും ആ ഒരു സാഹചര്യങ്ങളും 23 ഫെബ്രുവരി എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് എല്ലാവരും ആഘോഷിച്ച് ഡിന്നറെല്ലാം കഴിച്ച് ഞാൻ വീട്ടിലേക്ക് മടങ്ങി. അന്ന് എൻ്റെ മദറിൻലോ നാട്ടിൽ നിന്ന് ഫോൺ ചെയ്തിട്ട് എന്നോട് പറഞ്ഞു, മൃദുലേക്ക് പൊങ്കാല ഇടണമെന്ന് ചോദിച്ചു. അവർ ഒരു ടീമായിട്ട് ട്രിവാൻഡ്രം പോയി പൊങ്കാല ഇട്ടിട്ട് വരാനാണ് അവരുടെ പ്ലാൻ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഇന്ന് 23, പൊങ്കാലയാണെങ്കിൽ 8-ാം തീയതിയാണ്. അന്ന് വിമൻസ് ഡേയുടെ അന്നായിരുന്നു പൊങ്കാല വന്നത്. അപ്പോൾ ഈ ഒരു 10-15 ദിവസത്തിനുള്ളിൽ ഞാൻ എങ്ങനെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് അവിടെ എത്തും? ഫ്ലൈറ്റ് ആണെങ്കിൽ ഓക്കെ, ബട്ട് ട്രെയിൻ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് ഈ പൊങ്കാല സീസണിൽ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ മൈൻഡിൽ അത് ഞാൻ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം അതിനുള്ളിൽ എനിക്ക് എന്തോ ഒരു സംതിങ് വേണ്ട, ഓക്കെ, കുറച്ച് റിലാക്സ്ഡ് മൈൻഡായിട്ട് നെക്സ്റ്റ് ടൈം നോക്കാം, കുറച്ച് നേരത്തെ ബുക്ക് ചെയ്യുന്ന കാര്യത്തിൽ അങ്ങനെ ഞാൻ വിചാരിച്ച് വിട്ടു. ഓക്കെ, എൻ്റെ അടുത്ത് അമ്മയും അങ്ങനെ ഫോഴ്സ് ചെയ്തില്ല, ആണോ ഓക്കെ എന്ന് പറഞ്ഞ് അമ്മയും വിട്ടു. 2 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ലോകൽ ക്യാഷുവായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, അമ്മയൊക്കെ ഇങ്ങനെ പൊങ്കാല ഇടാൻ പോകുന്നുണ്ട്, എന്നോട് ചോദിച്ചു, പക്ഷേ ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, എന്തുകൊണ്ട് പോകുന്നില്ല? അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് പിന്നെ അവരൊക്കെ അവരുടെ ഏജ് ഗ്രൂപ്പുകാരല്ലേ, അപ്പോൾ ഒരു മടി കാണിച്ചു. അപ്പോൾ ഉടനെ എന്നോട് ചോദിച്ചു, എന്നാൽ ഞാൻ വന്നാലോ എന്ന് വെറുതെ ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ ഞാൻ പെട്ടെന്ന് എന്നാൽ നമുക്ക് പോവാമെന്ന് പറഞ്ഞു. അത് ഞാൻ വെറുതെ പറഞ്ഞതാ. എന്നാൽ വാ നമുക്ക് പോവാം എന്ന് പറഞ്ഞു പെട്ടെന്ന്. അപ്പോൾ പറഞ്ഞു, ഓക്കെ, ഞങ്ങൾക്ക് ഒരു ഫ്രണ്ടും കൂടി ഉണ്ട്, ശരി അവരോടും കൂടെ ചോദിക്കാം, എന്നിട്ട് നമുക്ക് 3 പേർക്കും കൂടെ പ്ലാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, കാര്യമൊക്കെ കൊള്ളാം, പക്ഷേ ടിക്കറ്റ് എവിടെ നിന്ന് കിട്ടാനാന്ന് ചോദിച്ചു. അങ്ങനെ വേണ്ട, മൃദു ഒരു കാര്യം ചെയ്യൂ, മൃദു റൂമൊക്കെ ബുക്ക് ചെയ്ത് റെഡിയാക്കുമോ, ഞാൻ ഫ്ലൈറ്റ് ടിക്കറ്റ് നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ വേഗം റൂമൊക്കെ ബുക്ക് ചെയ്യാൻ വേണ്ടി റൂമെല്ലാം ഗൂഗിളൊക്കെ നോക്കി സെർച്ച് ചെയ്തപ്പോൾ എല്ലാം പ്രീ ബുക്ക്ഡാണ്. ഈ ഫോൺ ചെയ്യുന്നവരൊക്കെ പറയുന്നത് ഓരോ പൊങ്കാല ഇട്ട് കഴിയുമ്പോൾ നെക്സ്റ്റ് ഇയറിലേക്കുള്ള ബുക്ക് ചെയ്തിട്ടാണ് പോണത് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് റൂംസേ ഇല്ല. പ്രത്യേകിച്ച് സെലിബ്രിറ്റീസിന് അവിടെ ഒരു ഹോട്ടൽ തന്നെ ഫുൾ സെലിബ്രിറ്റീസാണ്. അപ്പോൾ അതൊന്നും നോക്കേ വേണ്ടെന്ന് പറഞ്ഞു, ചുറ്റുവട്ടത്തുള്ള ഹോട്ടൽസൊക്കെ. പിന്നെ അപ്പോൾ എൻ്റെ മൈൻഡിലൊരു 50% ഹോപ്പ് പോയി. എൻ്റെ മദറിൻലോനോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെയാണ് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയെന്ന് പറഞ്ഞപ്പോൾ, എന്നാൽ ഞാൻ ഇവിടെ ഒന്ന് അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞു. മദറിൻലോ അവിടെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, അവർക്ക് അറിയുന്ന ഹോട്ടലുണ്ട് രാജധാനി, അവിടെ ഒരേ ഒരു റൂമുണ്ട്. അത് അവരെന്തോ മാനേജ്മെൻറ്റിന് വെച്ച റൂമോ അങ്ങനെ എന്തോ ആണ്, ഒരേ ഒരു റൂമുണ്ട്, മതിയോ ചോദിച്ചു. ഞങ്ങൾക്ക് 3 പേർക്ക് ഒരു റൂം ധാരാളം മതി, ശരി അത് ബ്ലോക്ക് ചെയ്തോളൂ എന്ന് പറഞ്ഞു. അത് ബ്ലോക്ക് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ അറിയിച്ചു, ഇങ്ങനെ ഒരേ റൂമേ ഉള്ളൂ, സാറില്ല ഞങ്ങൾക്ക് 3 പേർക്ക് കൂടെ ഒരു റൂം മതി, ബ്ലോക്ക് ചെയ്തോട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ മൈൻഡിൽ ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടുമെന്നുള്ളത് എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല. നോക്കി. അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡ് ഫ്ലൈറ്റ് ടിക്കറ്റ് നോക്കിയപ്പോൾ 2 ടിക്കറ്റേ ഉള്ളൂ, ലാസ്റ്റ് 2. അത് ആ ടൈമിൽ നിന്നല്ല, അന്നത്തെ തലേന്നാണ് നമ്മൾ പോകാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അന്ന് ഉണ്ടായിരുന്നില്ല, 2 ഉള്ളൂ, 3 ഇല്ല എന്ന് പറയും. അപ്പോൾ ഞാൻ വിചാരിച്ചു അതെങ്ങനെയാണ് അപ്പോൾ ഓക്കെ, ബട്ട് നമുക്ക് എന്തോ ഒരു കോൺഫിഡൻസ്, കാരണം റൂം കിട്ടിയത് കൊണ്ട് ഇനി
ബാക്കിയെല്ലാം സ്മൂത്ത് ആകും. ദേവി എന്തോ നമുക്ക് എന്തൊരു കൺസിഡറേഷൻ തരുന്നുണ്ട് എന്നൊരു തോന്നൽ വന്നു തുടങ്ങി ചെറുതായിട്ട്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഓക്കെ നോക്കാം, ഫ്ലൈറ്റ് ടിക്കറ്റ് രണ്ട് ബുക്ക് ചെയ്തോളൂ, നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ വിട്ടു. 2 ബുക്ക് ചെയ്തു. എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. ഇറ്റ്സ് ജസ്റ്റ് എ മിറാക്കിൾ. അത് ഞങ്ങൾ പോകുന്ന അന്ന് പുലർച്ചെ 1 മണി 2 മണിയോ ആ ഒരു ടൈമൊക്കെ ആയപ്പോഴാണ് എനിക്കൊരു മെസ്സേജ് വരുന്നത്, 3 ടിക്കറ്റ് കൺഫേംഡ് എന്ന്. അന്ന് ഞങ്ങളെല്ലാവരും പാക്ക് ചെയ്തൊക്കെ റെഡി ആയിട്ടൊക്കെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ രാവിലെ ഒരു ഐ തിങ്ക് 11:15 എന്തോ ഇൻഡിഗോയിലായിരുന്നു പുറപ്പെട്ട്. ഞങ്ങൾ വേഗം പുറപ്പെട്ട് അങ്ങനെ പോയി, എയർപോർട്ടിൽ പോയി. അവിടുന്ന് ഫ്ലൈറ്റ് കയറി നമ്മൾ ട്രിവാൻഡ്രം എത്തി. അപ്പോൾ അവിടെ ഇവർ നമുക്ക് രാജധാനി അവരെന്നെ ക്യാബ് അറേഞ്ച് ചെയ്ത് ആൾ വന്നിട്ടുണ്ടായിരുന്നു. നല്ലൊരു ക്യാബ് ഡ്രൈവറായിരുന്നു, നല്ല കംഫർട്ടബിൾ ആയിരുന്നു. പാർവതി ഉണ്ടായിരുന്നു, ജയറാം പാർവതിയൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഫ്ലൈറ്റിൽ. പൊങ്കാല ഇടാൻ വരുമായിരുന്നു അവരും. അപ്പോൾ അവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ റൂമിലെത്തി ഫ്രഷായി അവിടുന്ന് ലഞ്ചെല്ലാം കഴിച്ച് അപ്പോൾ തന്നെ നമ്മൾ ഭയങ്കര ഹാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എക്സ്ട്രീം ഹാപ്പിനെസ്സിലാണ് ഞങ്ങൾ. കാരണം ഞങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞു, ഇനി ഒന്നും പേടിക്കാനില്ല. കാരണം അത്രയും നമ്മൾ ത്രിൽഡാണ്. അപ്പോൾ നമ്മളന്ന് ലഞ്ചൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ ഓക്കെ വൈകുന്നേരം പത്മനാഭസ്വാമി ടെമ്പിളിൽ പോകാം, അത് കഴിഞ്ഞ് നേരെ ആറ്റുകാലമ്മേനെ ഒന്ന് പോയി തൊഴാം, എന്നിട്ട് പിറ്റേ ദിവസം പൊങ്കാല ഇട്ടിട്ട് ശേഷം മടങ്ങാം എന്നുള്ളൊരു പ്ലാനിലായിരുന്നു. പക്ഷേ മടക്കം നമ്മൾ ട്രെയിനാണ് ബുക്ക് ചെയ്തത്. അതും ലക്കിലി കിട്ടിയതാണ്. കാരണം ഒരു ടീം ക്യാൻസൽ ചെയ്തു, അങ്ങനെ കിട്ടിയതാണ് റിട്ടേൺ. കാരണം റിട്ടേൺ നമുക്ക് ഫ്ലൈറ്റ് എടുക്കാൻ പറ്റില്ല, നമ്മൾ നൈവേദ്യവും സാധനങ്ങളും ഈ പൊങ്കാലയുടെ ഒക്കെ ആയിട്ടൊക്കെ വരുന്നതുകൊണ്ട് നമ്മൾ വിചാരിച്ചു റിട്ടേൺ നമുക്ക് ട്രെയിനിൽ തന്നെ വരാം, ഇതെല്ലാം പാക്ക് ചെയ്ത് അതേപോലെ കൊണ്ടുവന്ന് നമുക്ക് വീട്ടിൽ കൊണ്ടുവന്നിട്ട് കഴിക്കാൻ കൂടെയുള്ളവർക്കൊക്കെ ഒന്ന് നൈവേദ്യം കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു വരുന്നത് ട്രെയിൻ തന്നെ നോക്കി. ട്രെയിനും ഇതുപോലെ നമുക്ക് എന്തോ കൺഫേം ആവാണ്ട് നിന്ന ട്രെയിൻ നമുക്ക് ടിക്കറ്റ്സ് എല്ലാം കൺഫേം ആയി കിട്ടി. ഭയങ്കര സന്തോഷമായി. ഇതൊക്കെ നമുക്ക് തോന്നുന്നത് ദേവി തന്നെ എല്ലാം അറേഞ്ച് ചെയ്ത് തന്ന പോലെയാണ്. കാരണം ഞാൻ ഒട്ടും വിചാരിച്ചിട്ടില്ല. ഞങ്ങൾ 3 പേരും ഫസ്റ്റ് ടൈം പൊങ്കാലിടുന്നതാണ്. നമുക്കതൊരു നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത് കൂടാണ്ട് എനിക്കൊരു ചെറിയൊരു എക്സ്പീരിയൻസ് ഉണ്ടായൊരു കാര്യം, പത്മനാഭസ്വാമി ടെമ്പിളിൽ പോകാമെന്ന് വിചാരിച്ചു. ഉച്ചയായപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ നമുക്ക് എവിടേക്കെങ്കിലും ഒന്ന് പോകാമെന്ന് വെച്ചപ്പോൾ നമ്മുടെ ക്യാപിറ്റൽ മ്യൂസിയം പോയപ്പോൾ അവിടെ റിനോവേഷൻ നടക്കുന്നതുകൊണ്ട് അവിടെ ആരുമില്ല, പണിക്കാർ മാത്രം അവിടെ ഇവിടെ കുറച്ച് പേരെ മാത്രം കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ മാത്രം സാരി, എൻ്റെ കൂടെയുള്ളവരൊക്കെ സൽവാറായിരുന്നു. അപ്പോൾ നമ്മളവിടെ പോയി അവിടുത്തെ ആ ഗാർഡനിൽ കുറേ നേരം സംസാരിച്ച് ഇങ്ങനെ കുറേ നേരം ഇരിക്കുക. അപ്പോൾ ഇത് സംഭവം നടന്നത് കൊറോണയ്ക്ക് തൊട്ട് മുമ്പാണ് കേട്ടോ. ഈ പൊങ്കാല കഴിഞ്ഞ് ഇറങ്ങിയതും പിന്നെ കാണുന്നത് എല്ലാവരും മാസ്ക് ധരിച്ച് നടക്കുന്നതാണ്. അതുവരെ കൊറോണ എന്ന് പറയുന്നത് കേട്ടിട്ടും കൂടിയില്ല, അതാണ് അതിൻ്റെ സത്യം. അപ്പോൾ ആ ഒരു സമയമാണ്. ഇത്ര സോഷ്യൽ മീഡിയ ഒന്നും ഇത്രയൊന്നും ആയിട്ടില്ല, വീഡിയോസ് അങ്ങനെ എടുക്കുന്നതും ഫോണൊന്നും ഇത്രയും ഡെവലപ്ഡ് ആയിട്ടില്ല. ആ ഒരു സമയമായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് കുറേ ഇങ്ങനെ ഫോട്ടോ എടുക്കൽ അങ്ങനെ ഒക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയം. അപ്പോൾ ഞാനിങ്ങനെ എന്തെങ്കിലും നോക്കുമ്പോൾ മ്യൂസിയത്തിൻ്റെ താഴെ ഒരു ചെറിയ പയ്യൻ എന്ന് വെച്ചാൽ ഒരു 10-24 വയസ്സുള്ള ഒരു പയ്യൻ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരുന്നിട്ട് എന്തോ ഇരുന്നിങ്ങനെ എഴുതുന്നുണ്ട്. അപ്പോൾ അവനെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, ഞാൻ കൂടെ ഇവിടെ സംസാരിക്കുന്നുണ്ട്, ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഇവൻ എവിടെയും നോക്കുന്നില്ല കേട്ടോ, കാര്യമായിട്ട് ഇന്നിങ്ങനെ എഴുതുന്നുണ്ട്. അപ്പോൾ ഞാൻ പൊതുവെ സ്ട്രേഞ്ചേഴ്സിനോട് സംസാരിക്കുന്ന ഒരാളല്ല. ഇങ്ങോട്ട് സംസാരിച്ചാൽ ഓക്കെ സംസാരിക്കുന്നതല്ലാതെ ഞാൻ അങ്ങോട്ട് കയറി സംസാരിക്കുന്ന ഒരു വ്യക്തിയല്ല. അപ്പോൾ നമ്മളിങ്ങനെ വർത്താനമൊക്കെ ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ ഈ പയ്യൻ അവിടെ ഇങ്ങനെ ഇരുന്ന് എഴുതുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ പയ്യൻ്റെ മുമ്പിൽ കൂടിയാണ് നടന്നു പോയത്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊന്നും ഇവരെ മൈൻഡ് ചെയ്യുന്നില്ല. പക്ഷേ എൻ്റെ മൈൻഡിൽ സാധാരണ ഞാൻ ആരോടും ഒന്നും ചോദിക്കാറേ ഇല്ല, എൻ്റെ നേച്ചറും അതല്ല. എന്തോ എന്നെ കൊണ്ട് ഇങ്ങനെ ചോദിപ്പിച്ച പോലെ ഞാൻ വെറുതെ ആ പയ്യനെ ഇങ്ങനെ നോക്കിയപ്പോൾ ആ പയ്യൻ പെട്ടെന്ന് എന്നെ ഇങ്ങനെ നോക്കി. അപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ ചോദിച്ചു, ഇതെന്താ ഭയങ്കര കണക്ക് എഴുതാണോ എന്ന് ഞാൻ കാഷ്വലായിട്ട് ചോദിച്ചു. അപ്പോൾ എൻ്റെ കൂടെയുള്ള ഫ്രണ്ട് എന്നോട് പറഞ്ഞു, നീ അങ്ങനെ സ്ട്രേഞ്ചേഴ്സിനോടൊന്നും സംസാരിക്കാറില്ലല്ലോ, എന്താ? ഞാൻ പറഞ്ഞു അറിയില്ല, എനിക്കെന്തോ അങ്ങനെ തോന്നിപ്പോയി ചോദിക്കാമെന്ന് മാത്രം ഞാൻ പറഞ്ഞു. അപ്പോൾ ആ പയ്യൻ വേഗം അതേന്ന് മാത്രം പറഞ്ഞു, ഒന്നും പറഞ്ഞില്ല, അതെ അത്രയും മാത്രം പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ശരി നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ 3 പേരും കൂടെ ഫ്രണ്ടിലേക്ക് നടന്നു. പക്ഷേ എന്നാലും എന്തോ സംതിങ് ഈസ് പുള്ളിങ് മീ എന്ന് പറയുന്ന പോലെ ഞാൻ 2 അടി മുന്നോട്ട് നടന്നിട്ട് ഞാൻ വെറുതെ ഇങ്ങനെ തിരിഞ്ഞു നോക്കി. എന്തോ എനിക്കറിയില്ല അതെന്താണ് എന്നുള്ളത്. വെറുതെ ആ പയ്യനെ ഇങ്ങനെ തിരിഞ്ഞു നോക്കി. എന്നിട്ട് ഞങ്ങൾ 3 പേരും കൂടെ അപ്പോൾ ഇവർ ഫ്രണ്ടിലേക്ക് നടന്നു. അപ്പോൾ ഇവർ തിരിഞ്ഞു നോക്കിയിട്ട് മൃദുക്കാം എന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എന്ത് പറ്റിയും ചോദിച്ചു എൻ്റെ ഫ്രണ്ട്സ് എന്നോട്. ഞാൻ പറഞ്ഞു ഒന്നുമില്ല അതൊന്നും പറഞ്ഞ് നടന്നു. ഫ്രണ്ടിലേക്ക് നടന്ന് ഞങ്ങൾ കുറച്ച് ദൂരം കഴിഞ്ഞ് ഞങ്ങൾ ആ സ്റ്റേഴ്സ് ഇറങ്ങാൻ നിൽക്കുമ്പോൾ ഈ പയ്യൻ പുറകിൽ ഓട്ടി വന്നിട്ട് ചേച്ചി അക്ക എന്താ വിളിച്ചത് എനിക്ക് ഓർമ്മയില്ല, അവൻ മലയാളിയെല്ലാം തോന്നുന്നു. അക്കാന്ന് വിളിച്ചു, ദീദിന്ന് വിളിച്ചോ എനിക്ക് ഓർമ്മയില്ല. വിളിച്ചിട്ട് ഇങ്ങനെ ഓടി വന്നു. അപ്പോൾ എനിക്ക് പേടിയായി. കാരണം ഇനി എന്തെങ്കിലും പൈസ ചോദിക്കാനോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കുമോ എനിക്ക് പെട്ടെന്ന് എൻ്റെ മൈൻഡിൽ ഇനിയിപ്പോൾ എന്തെങ്കിലും ചിലവരങ്ങനെയല്ലേ, നമ്മളിത്തിരി ഒന്ന് സ്മൈൽ ചെയ്തു അല്ലെങ്കിൽ നമ്മൾ ചെറുതായിട്ടൊരു സൗഹൃദം കാണിച്ചാൽ അവരെന്തെങ്കിലും വീട്ടിലെ പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് പൈസ വാങ്ങാൻ നോക്കും. അപ്പം അങ്ങനെ എന്തെങ്കിലും ആയിരിക്കുന്ന കേട്ടോ ഞാൻ വിചാരിച്ചത്. അപ്പോൾ ഞാൻ തിരിഞ്ഞിങ്ങനെ നോക്കിയപ്പോൾ ഇവൻ ഓടി വന്നിട്ട് ഈ പയ്യൻ എനിക്ക് കാണിച്ചു തരുന്നത് അവൻ്റെ ബുക്കിൽ അവൻ അത്ര നേരം എഴുതിയ കണക്ക് എന്താണെന്ന് എനിക്ക് കാണിച്ചു തരികയാണ്.
പക്ഷെ കാണിച്ചു തരുമ്പോഴും ഞാൻ ബുക്കിലേക്ക് നോക്കുന്നില്ല. അപ്പോഴും എനിക്ക് ഭയം, ഭയങ്കര പേടി. എന്തായിരിക്കും ഞാൻ കാണിക്കുക ബുക്കിൽ എന്നുള്ളത് നമുക്കറിയില്ലല്ലോ. അപ്പോൾ ഞാൻ നോക്കാൻ പോയില്ല. ഞാൻ നോക്കാണ്ട് ഞാൻ പെട്ടെന്ന് സ്പീഡിൽ ഞാൻ നടന്നു. ഞാൻ നോക്കിയതേ ഇല്ല, അത്ര പേടി എനിക്ക്. അതും പയ്യന്മാരെ അതുകൊണ്ട് അതും ഇവിടുത്തെ ആൾക്കാരല്ല, എന്തായിരിക്കും ബുക്കിൽ കാണിക്കുക എന്നുള്ളൊരു ടെൻഷൻ കാരണം ഞാൻ നോക്കാണ്ട് ഞാൻ നടന്നു. ഞാൻ നടന്നപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അവർ നോക്കി ബുക്കിലേക്ക്. ഉടനെ എന്നോട് മൃദു എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ ഭയങ്കര ആശ്ചര്യത്തോടു കൂടി മൃദു എന്ന് പറഞ്ഞിങ്ങനെ വിളിക്കുന്നു. അപ്പോൾ ഞാൻ വാ പോവാന്ന് പറഞ്ഞു. ഞാൻ ഇല്ല നീ വാ കം എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് വിളിച്ചു. ഞാൻ പോയി അപ്പോൾ ഞാനിങ്ങനെ അടുത്തേക്ക് പോയിട്ട് എനിക്ക് കാണിച്ചു തന്നപ്പോൾ എനിക്ക് ഭയങ്കര എനിക്ക് ഭയങ്കരമായിട്ട് അതിശയിച്ചു പോയി. കണ്ടു കഴിഞ്ഞപ്പോൾ അവൻ എന്നെ വരച്ചിരിക്കുകയാണ്. അതിൽ നന്നായിട്ടൊരു പെൻസിൽ ഡ്രോയിങ് ചെയ്തിരിക്കുന്നു. നല്ല ഷെയ്ഡിങ് എല്ലാം കൊടുത്ത് ഞാൻ മുടി എങ്ങനെ കെട്ടിയിരിക്കുന്നു അതുപോലെ എല്ലാം ഫൈനായിട്ട് വരച്ചിട്ടുണ്ട്. പക്ഷേ ആ ഫേസ് മാത്രം ഡീറ്റെയിൽ ആയിട്ടൊന്നും ചെയ്തിട്ടില്ല. അപ്പം ഞാനത് കണ്ടതും ചോദിച്ചു, അപ്പം ഇത്ര നേരം കണക്ക് എഴുതുമായിരുന്നില്ലേ, വരയ്ക്കായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ കാണിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നിട്ട് ഞാൻ കണക്ക് എഴുതാമെന്ന് ചോദിച്ചപ്പോൾ എന്താന്ന് പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ ഒന്നുമില്ല, ചിരിക്കുന്നു. സന്തോഷവും സംതിങ് എന്തൊക്കെയോ ഇങ്ങനെ മനസ്സിലിങ്ങനെ ഓടിപ്പോവാണ്. അത്രയും അവിടെ വേറെയും കുറേ ആൾക്കാരുണ്ട്, ഫോട്ടോസ് എടുക്കുന്നുണ്ട്, ഹസ്ബൻഡ് വൈഫും ഒക്കെ വന്നിരിക്കുന്നുണ്ട്, അവിടെ വർത്തമാനം പറഞ്ഞിരിക്കുന്നുണ്ട്, കുറേ പേരൊക്കെ ഇരിക്കുന്നുണ്ട്. പക്ഷെ ആരും അറിഞ്ഞില്ല ഈ പയ്യൻ ഇതാണ് ചെയ്യുന്നത് എന്നുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാവരും കണ്ടു കഴിഞ്ഞാൽ തോന്നും ഇവൻ കണക്ക് എഴുതുകയാണെന്ന്. കാരണം ആ കുട്ടി എന്നെ നോക്കുന്നതായിട്ടേ എനിക്ക് തോന്നിയിട്ടേ ഇല്ല. ഞാൻ കണ്ടിട്ടില്ല ഈ കുട്ടി എന്നെ നോക്കുന്നത്. മേ ബി ഞാൻ നോക്കാത്ത സമയത്തൊക്കെ ഇവൻ എന്നെ നോക്കുന്നുണ്ടാവുമായിരിക്കും അല്ലേ, അങ്ങനെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഞാൻ ഇത് കണ്ടപ്പോൾ എനിക്ക് എന്തോ, അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞു, അപ്പോൾ ഇതായിരുന്നു ചെയ്തോ. അപ്പോൾ ഫ്രണ്ട്സ് പറഞ്ഞു, ഞങ്ങൾ 3 പേരും ഉണ്ടായിട്ട് നീ എന്താ ഇവളെ മാത്രം വരച്ചത് എന്ന് ചോദിച്ചു. അപ്പോൾ ഒന്നും മിണ്ടിയില്ല, ചിരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു മേ ബി ഞാൻ സാരി എടുത്തതുകൊണ്ടായിരിക്കാം എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് അപ്പോൾ അവൻ എന്നിട്ടിങ്ങനെ തലയാട്ടിയിട്ട് അവൻ തിരിച്ച് നടന്നു. ഞാൻ ഇരുന്ന അതേ പോസ്റ്റർ, ഞാൻ സാരി എങ്ങനെയാണോ ഇട്ടിരുന്നത് അതേപോലെ എൻ്റെ ഹെയർ സ്റ്റൈൽ, എൻ്റെ കമ്മൽ എല്ലാം അതേപോലെ കേട്ടോ. അവൻ തിരിച്ച് നടന്നപ്പോൾ പെട്ടെന്ന് എൻ്റെ മൈൻഡിൽ തോന്നി ഈ ഒരു മൊമെൻറ്റ് എനിക്ക് കിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് എനിക്കതൊന്ന് ഫോട്ടോ എടുക്കണം എന്ന് തോന്നി. ഇപ്പോൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞു ഒന്ന് ഫോട്ടോ എടുക്കട്ടെ എന്ന് വെച്ചപ്പോൾ എന്ന് പറഞ്ഞു. പക്ഷെ ദൂരേന്ന് കണ്ടുകൊണ്ട് ഫേസ് ഡീറ്റെയിൽ ആയിട്ട് വരച്ചിട്ടില്ല എന്ന് എന്നോട് പറഞ്ഞു. ഇതാണ് ആ കുട്ടി വരച്ച ഫോട്ടോ. അതാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് സത്യം പറഞ്ഞാൽ അതെനിക്ക് ലൈഫിൽ ആദ്യമായിട്ടുണ്ടായ എക്സ്പീരിയൻസാണ്. അതാണ് ഈ ഒരു പാറ്റേണാണ് ഇപ്പോൾ നമ്മൾ ഒരുപാട് കാണുന്നുണ്ട് മെട്രോയിലും പിന്നെ സ്ട്രീറ്റിലൊക്കെ. നമ്മൾ അറിയാണ്ട് തന്നെ നമ്മളെ വരച്ചിട്ട് കൊണ്ടുവന്ന് ഇങ്ങനെ കാണിക്കുമ്പോഴത്തേക്കും അങ്ങനെയൊക്കെ പറഞ്ഞ് എക്സ്പ്രഷൻസൊക്കെ കാണിക്കണം കണ്ടിട്ടില്ലേ. അത് എനിക്ക് തോന്നുന്നു അത് ഞാൻ വളരെ മുമ്പേ ഞാനത് അനുഭവിച്ച വ്യക്തിയാണത്. സീരിയസ്ലി അന്നത്തെ ആ ഒരു നിമിഷം എന്ന് പറയുന്നുണ്ടല്ലോ, ഏതൊക്കെയോ ഇമോഷൻസ് നമ്മുടെ ഉള്ളിലൂടെ കടന്നുപോയി. റൂമിലേക്ക് വന്നു. പിന്നെ നമ്മൾ പത്മനാഭസ്വാമി ടെമ്പിളിൽ പോയി. ആറ്റുകാൽ പോയപ്പോൾ നല്ല തിരക്ക്, നല്ല ക്യൂ, അകത്തേക്ക് കയറാൻ പറ്റിയില്ല. സാരമില്ല, എന്നാലും നമ്മൾ പിറ്റേ ദിവസം പൊങ്കാല ഇടുകയല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല. ഞങ്ങൾ ആറ്റുകാൽ പിന്നെ എപ്പോഴെങ്കിലും വന്ന് തൊഴാമെന്ന് വിചാരിച്ചു. അങ്ങനെ തിരിച്ചു വന്നു. പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ്, ഞങ്ങൾ അറിയുന്ന ഒരു ഫാമിലി, അതായത് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ മദറിൻലോ അറിയുന്നൊരു ഫാമിലി, അവരുടെ വീട്ടിലായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം. അവർ നമുക്കായിട്ട് അടുപ്പും കല്ലും കുടവും എല്ലാം റെഡിയാക്കി, അരി ശർക്കര എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് അവിടെ പോകുക വേണ്ടു, അവിടെ പൊങ്കാല ഇടുക, വേറെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. എല്ലാം ദൈവാനുഗ്രഹം തന്നെയായിരുന്നു, ഒരു സംശയമില്ല. ഞാൻ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ആ വീടും ആ ഫാമിലിയും എനിക്ക് മുന്നേ പരിചയമുള്ളവരെയല്ല, അറിയും കൂടി ഇല്ലാത്തവരാണ്. പക്ഷേ അവർ നമ്മളെ അവരുടെ ബന്ധുക്കളായിട്ട് ട്രീറ്റ് ചെയ്ത്, ഞങ്ങളെ 3 പേരെയും അവരുടെ ബന്ധുക്കളായിട്ട് ട്രീറ്റ് ചെയ്ത് ഞങ്ങൾക്ക് വേണ്ട വിധത്തിൽ ഫുഡെല്ലാം ഉണ്ടാക്കി തന്ന്, ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി തന്ന്, ഞങ്ങളവിടെ തന്നെ ഇരുന്ന് അവിടെ താമസിച്ചോന്ന് തന്നെ. അവർ വലിയൊരു വീടാണ്, താമസിച്ചോളാനൊക്കെ ഞങ്ങളോടൊക്കെ പറഞ്ഞു. പക്ഷേ ഞങ്ങൾ റൂമിലാണ് ഞങ്ങൾക്ക് കംഫർട്ടബിൾ ആയിരുന്നത്, ഞങ്ങൾ റൂമിൽ തന്നെയാണ് താമസിച്ചതൊക്കെ. അങ്ങനെ പിറ്റേ ദിവസം പൊങ്കാലയൊക്കെ ഇട്ട്, പൊങ്കാല ദിവസവും ചെറിയൊരു സർപ്രൈസ് ദേവി എനിക്ക് തന്നു. അത് അങ്ങനെ ഓരോരോ ചെറിയ സർപ്രൈസസ് ആയിട്ട് ആ ഒരു പൊങ്കാല ദിവസം എന്ന് പറയുന്നത്, എനിക്ക് പൊങ്കാല ഇടുന്നത് മാത്രം അറിയാം. പക്ഷെ അന്ന് അവിടെ എന്താണ് ഫംഗ്ഷൻ, എന്തൊക്കെയാണ് നടക്കുക ഒന്നും എനിക്കറിയില്ല. അപ്പോൾ നമ്മൾ പൊങ്കാല ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വേണ്ട പോലെ വെള്ളം, മോര് എല്ലാം അവിടെ ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ സപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ പൊങ്കാല ഞങ്ങൾ ഇട്ടത് തന്നെ അമ്പലത്തിൻ്റെ തൊട്ടടുത്തല്ലെങ്കിലും 1 കിലോമീറ്റർ എങ്കിലും നമുക്ക് ചുറ്റളവിൽ നമുക്ക് അടുപ്പ് കൂട്ടാനുള്ള സൗകര്യം ദേവി ഒരുക്കി തന്നു. ദേവി അറിയുന്ന ഈ ഫാമിലിയൊക്കെ. അപ്പോൾ അവിടെ നല്ല സുഖമായിട്ട്, ആകെ കൂടി ഉണ്ടായിരുന്ന പുകയടിച്ചിട്ട് ശീലമില്ലാത്തതുകൊണ്ട്
പുകയടിച്ചിട്ട് ശ്വാസം മുട്ടൽ, ഭയങ്കര ശ്വാസം മുട്ടല പുകയടിച്ചിട്ട്. പക്ഷെ എന്നാലും നമ്മൾ വൃത്തിയായി പൊങ്കാലയൊക്കെ ഇട്ട് നന്നായി പൊങ്കാലയൊക്കെ പൊങ്ങി വന്ന്, പക്ഷെ അന്നത്തെ സമയത്ത് അത് വീഡിയോ എടുക്കണമെന്നോ അല്ലെങ്കിൽ ഫോട്ടോ എടുക്കണമെന്നൊന്നും മൈൻഡിൽ പോകുന്നില്ല. കാരണം ഞാൻ തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആണിത്. അപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുന്നുണ്ട്, ഇതേ പൊങ്ങുന്നു എന്ന്. പക്ഷെ ഫോട്ടോ എടുക്കണമെന്നോ വീഡിയോ എടുക്കണമെന്നോ അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. നമ്മൾ ആ സമയത്ത് നമ്മൾ മൈൻഡിൽ നമ്മുടെ വിഷസ്, നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ ദേവിയിൽ ഇങ്ങനെ ദേവിയോട് സംസാരിക്കുകയാണ്. അങ്ങനെയുള്ളൊരു മൊമെൻ്റായിരുന്നു. പക്ഷേ 1-2 ഫോട്ടോസ് ഉണ്ട്, അത് കൂടെ ഉണ്ടായിരുന്നവരാരോ എടുത്തതാ, അത് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. അല്ലാതെ അന്ന് അങ്ങനെ വീഡിയോസൊന്നും എടുത്തിട്ടൊന്നുമില്ല. പൊങ്കാല ഇട്ട് കഴിഞ്ഞു, വളരെ സന്തോഷമായി. പൊങ്കാലയൊക്കെ നന്നായി പൊങ്ങി വന്നു. ആദ്യമായിട്ട് ഇട്ടതിൻ്റെ എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പോഴാണ് അവിടെ ഇങ്ങനെ ഒരു ലക്കി ഡ്രോ എടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ വലിയൊരു വണ്ടിയിൽ കുറേ സാരികളൊക്കെ വെച്ചിട്ട് ലക്കി ഡ്രോ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു കേട്ടോ. ആ നമ്പറാണ് അവരുടെ ഏതോ ഒരു ചാർട്ടിലുള്ളതെങ്കിൽ അവരൊരു സാരി തരും, അങ്ങനെയായിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടെന്ന് 2 ഫ്രണ്ട്സ് ഓരോ നമ്പേഴ്സ് പറഞ്ഞു, ഒന്നും ശരിയായില്ല. പിന്നെ എൻ്റെ അടുത്ത് എത്തിയപ്പോൾ ഞാൻ 9 പറഞ്ഞപ്പോൾ അവർ അതിൽ നോക്കിയപ്പോൾ 9 മാച്ചായി വന്നു. ഉടനെ എനിക്കൊരു സാരിയും കിട്ടി. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ആലോചിക്കുമ്പോൾ അതൊക്കെ ഒന്ന് ഫോട്ടോ എടുത്ത് വെക്കായിരുന്നു എന്ന് തോന്നുകയാണ് കേട്ടോ. ആ സാരി ഇന്നും ഞാൻ ഭദ്രമായിട്ട് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ആറ്റുകാലിന് കിട്ടിയ ആ സാരി, അത് എനിക്ക് ഭയങ്കര സർപ്രൈസ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. ആദ്യമായിട്ട് പൊങ്കാലയിടാൻ പോയിട്ട് കിട്ടിയ ചെറിയ അനുഭവങ്ങൾ. ഇതാണ് ആ സാരി. ഇത് ഞാൻ ഇന്നും ഭദ്രമായിട്ട് സൂക്ഷിക്കുന്നു. ഇതെനിക്ക് ആറ്റുകാൽ ദേവി സമ്മാനിച്ച സാരിയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ഇത് ഞാൻ അമ്പലത്തിൽ പോകാനും അല്ലെങ്കിൽ എൻ്റെ ബർത്ത്ഡേക്ക് മാത്രമാണ് ഞാനത് എടുക്കാറുള്ളൂ, അല്ലാതെ ഞാനത് എടുക്കാറില്ല കേട്ടോ. ചെറുതായിട്ടൊന്ന് ആഗ്രഹിച്ചപ്പോഴേക്കും ദേവി തന്നെ വിളിച്ചു വരുത്തി എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്നു. ടിക്കറ്റും ഒക്കെ ഒരു 15 ദിവസം മുമ്പ് പൊങ്കാല ഇടാൻ പോകാൻ വേണ്ടി ടിക്കറ്റ് കിട്ടണതും റൂം കിട്ടണതും ഒക്കെ ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ലാസ്റ്റ് നമ്മൾ പൊങ്കാല ഇട്ട് കഴിഞ്ഞ് വേഗം നമ്മൾ റൂമിൽ പോയി ഫ്രഷായി റൂമെല്ലാം ചെക്കൗട്ട് ചെയ്ത് നേരെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടെ നിന്ന് ചെന്നൈയിലേക്കുള്ള ട്രെയിനിലാണ്. നോക്കുമ്പോൾ ആ കോച്ചിൽ ഫുള്ളും പൊങ്കാല ഇട്ടിട്ട് പോകുന്നവരായിരുന്നു ആ കോച്ചിൽ. അപ്പോൾ എൻ്റെ ഓപ്പോസിറ്റ് ഇരുന്ന ആ ഒരു ലേഡി എന്നെ കുറേ നേരം നോക്കിയിട്ട് ചോദിച്ചു, മൃദുലയല്ലേന്ന് ചോദിച്ചു. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി. ഞാൻ പറഞ്ഞു അതേ. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്, ഓർമ്മയുണ്ടോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് നോക്കുമ്പോൾ അവരൊക്കെ എന്നെ പരിചയമുള്ള ഒരാളായിരുന്നു. അവരുടെ എക്സ്പീരിയൻസ് പറഞ്ഞതാണ് വേറൊരു കാര്യം. അതായത് അവരും വരാൻ പറ്റില്ല എന്ന് തന്നെ വിചാരിച്ചിരുന്നതാണ്. വേറെ ആരോ ക്യാൻസൽ ചെയ്തപ്പോൾ കിട്ടിയ ടിക്കറ്റിലാണ് അവരിപ്പോൾ വരുന്നത് ഈ ട്രെയിൻ. അല്ലെങ്കിൽ അവർക്കിന്ന് പൊങ്കാലയിടാൻ പറ്റില്ലായിരുന്നു എന്ന്, അങ്ങനെയാണ് അവർ പറയുന്നത്. അങ്ങനെ അവർ പറഞ്ഞതും കൂടാതെ ആ കോച്ചിലുണ്ടായിരുന്ന ഓരോരുത്തരും പറഞ്ഞ കാര്യങ്ങൾ ഇതാണ്: വരാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല, അല്ലെങ്കിൽ ഇടാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല, പക്ഷേ ദേവിയായിട്ട് തടസ്സങ്ങൾ നീക്കി തന്നു എന്നുള്ളത്. അപ്പോൾ ഓരോരുത്തരുടെ അനുഭവം വെച്ച് നോക്കുമ്പോൾ ഇതിൽ എന്തൊക്കെയോ ഒരു ശക്തി ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അതുകൊണ്ട് എപ്പോഴും നമ്മൾ മൈൻഡിൽ ഞാൻ ഒരിക്കൽ പോയി ഇടും പൊങ്കാല ഇടാൻ ആഗ്രഹിക്കുന്നവർക്ക് മനസ്സിൽ വിചാരിക്കേണ്ടത്, ഞാനൊരു ദിവസം പോയി പൊങ്കാല ഇടും, എനിക്ക് ദേവിക്ക് അർപ്പിക്കണം, നിവേദ്യം അർപ്പിക്കണം എന്ന് മനസ്സിൽ അത്രയ്ക്ക് അതിയായ ആഗ്രഹം ഉണ്ടെങ്കിൽ ദേവി തന്നെ വരുത്തിക്കും, നിങ്ങളെ കൊണ്ട് പൊങ്കാല ഇടിയിപ്പിച്ചിരിക്കും. അതുകൊണ്ട് ഇതുവരെ ഇടാൻ പറ്റാത്തവർക്കും ഇനി ഇടണം എന്ന് പറഞ്ഞ് ആഗ്രഹിച്ച് ഇടാൻ പറ്റാണ്ട് വിഷമിക്കുന്നവർക്കൊക്കെ ഒരു ചെറിയ ഒരു മോട്ടിവേഷനായിട്ട് ഇതെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഈ ഒരു കഥ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ പൊങ്കാല എക്സ്പീരിയൻസ്. അപ്പോൾ ഇനി എല്ലാവർക്കും, എല്ലാ സ്ത്രീകൾക്കും ഒരിക്കലെങ്കിലും, കൂടുതലായി അത്രയും നല്ലതെങ്കിലും ഒരിക്കലെങ്കിലും ആ സന്നിധിയിൽ പോയി പൊങ്കാല ഇട്ട് നൈവേദ്യം ഭഗവതിക്ക് അർപ്പിക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് എല്ലാവരെയും ദേവി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. ദേവി തന്നെ വിളിച്ച് എന്നെ കൊണ്ട് ഇടിയിപ്പിച്ചതായിട്ടാണ് ഞാൻ ഇന്നും വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഇതുപോലത്തെ എക്സ്പീരിയൻസ് നിങ്ങൾക്കുണ്ടെങ്കിൽ പറയണേ.